ഇവോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നമ്മുടെ ലേണിങ്ങിന്റെ ഭാഗമായിട്ട് നമ്മൾ ഇതെന്ത് അടുത്ത സിനിമ എന്ത് എന്നെപ്പോഴും ആലോചിച്ചുകൊണ്ടിരിക്കും. എൻ്റെ ആദ്യ സിനിമയായ പൈസ ആയാലും രണ്ടാമത്തെ സിനിമയായ ലാൽബാഗ് ആയാലും അത് ത്രില്ലർ സ്വഭാവത്തിലുള്ള സിനിമകളാണ്. അപ്പൊ അതിനുശേഷം ചെയ്യുന്ന ഒരു സിനിമ എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ജോണർ ആയിരിക്കണം എന്നായിരുന്നു എൻ്റെ ഒരു ആഗ്രഹം. അങ്ങനെ സാഹചര്യം തോന്നുമ്പോൾ ഈ ഒരു സബ്ജക്റ്റിന്റെ മനസ്സിൽ കുറച്ചു കാലമായിട്ട് ഉണ്ടായിരുന്നു. നമുക്ക് എന്തെങ്കിലും സംസാരിക്കാൻ, സൊസൈറ്റിയോട് സംസാരിക്കാനുള്ളപ്പോഴാണ് സിനിമ സംഭവിക്കേണ്ടതെന്ന് വിശ്വസിക്കുന്നു. സോ അങ്ങനെ ഒരു തോട്ട് എൻ്റെ മനസ്സിൽ എപ്പോഴും നിറഞ്ഞു നിൽപ്പുണ്ടായിരുന്നു. ഈ ഒരു തോട്ട് ഞാൻ നമ്മുടെ കൂടെയുള്ള ആൾക്കാരോട് ഷെയർ ചെയ്ത് അപ്പൊ അത് ഇന്നത്തെ കാലത്ത് നമ്മൾ സംസാരിക്കേണ്ട ഒരു സിനിമ തന്നെയാണ്. വിഷയം ഈ സോഷ്യൽ മീഡിയയും ഐറ്റി ക്രൈസിസും അത് വ്യക്തികൾ ഉണ്ടാക്കുന്ന ഇൻഫ്ലുവൻസും ഒക്കെ വളരെയധികം ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിരുന്നു. സോ നമ്മൾ ഈ ഒരു വിഷയം തന്നെ സിനിമയാക്കാം എന്ന് തീരുമാനിക്കുകയും അതിന് തിരിഞ്ഞിറങ്ങുകയും ചെയ്യുകയായിരുന്നു. അതെ, അത് കഥാപാത്രത്തിന്റെ ഏജ് ആണ് ഉദ്ദേശിക്കുന്നത്. അതോ ആ കാലഘട്ടത്തിലുള്ള ഒരു ഇൻഫ്ലുവൻസർ ആവാൻ വേണ്ടി ചെയ്ത കഥാപാത്രമായിട്ടാണ് സിനിമ വരുന്നതാണ് പറഞ്ഞത്. അപ്പൊ അതെന്താണ് 85 എന്ന് ഉദ്ദേശിച്ചത്? കഥാപാത്രത്തിന്റെ ഏജ് അല്ല, 85 ആണ്. 85 വർഷം. അത് ബർത്ത് ഇയർ ആണ്. ബർത്ത് ഇയർ ആണ് 85 എന്ന് കൊടുത്തിരിക്കുന്നത്. നോർമലി നമുക്ക് യൂസർ നെയിം ഇൻസ്റ്റാഗ്രാമില് നോർമൽ നമ്മളുടെ പേര് തന്നെ അവൈലബിൾ ആകാതെ വരുമ്പോൾ നോർമലി ആദ്യം ചെയ്യുന്നൊരു കാര്യമാണ് നമ്മുടെ ബർത്ത് ഇയർ ആഡ് ചെയ്യുക. അതുകൊണ്ട് ബട്ടർഫ്ലൈ ഇയർ 85 ആഡ് ചെയ്യുന്നത്. ഇപ്പോഴും എന്തുകൊണ്ടാണ് ഈ സ്ത്രീപക്ഷപരമായിട്ട് അവരുടെ ഉന്നമനം അങ്ങനെയുള്ള സിനിമകൾ വരാൻ ഇപ്പൊ ഇതും തിരഞ്ഞെടുത്തിരിക്കുന്നത്? ഒരുപാട് സിനിമകൾ സ്ത്രീകളുടെ പ്രൊട്ടക്ഷനാണ് പറയുന്നത്. ഇതിലെന്തോ പുരുഷന്മാർക്ക് ഒരു പ്രൊട്ടക്ഷൻ അങ്ങനെ? ഈ സിനിമയിൽ ഒരു സ്ത്രീയെ, ഇത് പുരുഷനെ വെച്ചും പറയാവുന്ന ഒരു സിനിമയാണ്. പക്ഷെ അത് ഒരു സ്ത്രീയുടെ ആംഗിളിൽ അല്ലെങ്കിൽ ഒരു സ്ത്രീയുടെ കഥയായിട്ട് പറയുമ്പോൾ അത് കുറച്ചുകൂടെ സൊസൈറ്റിയിൽ ഇമ്പാക്ട്ഫുൾ ആയിരിക്കും. ഈ പർട്ടിക്കുലർ സബ്ജക്റ്റിന്റെ കാര്യം ഞാൻ പറയുന്നത്. അതിപ്പം മറ്റൊരു സബ്ജക്റ്റ് ഒരു പുരുഷനെ വെച്ചാലാണ് അത് കൂടുതൽ ഇമ്പാക്ട് കിട്ടുക എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഐ വിൽ ഗോ ഫോർ ഇറ്റ്. ഒരു പുരുഷനെ വെച്ച് തന്നെയായിരിക്കും ആ സിനിമ ചെയ്യുക. ഇതൊരു സ്ത്രീയുടെ ആംഗിളിൽ സംസാരിക്കേണ്ട സിനിമയാണ്, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. പല സിനിമകൾ, എല്ലാ ഹിറ്റ് സിനിമകളും ഇപ്പോൾ അഭിനയിച്ചിരിക്കുന്ന എല്ലാ സിനിമകളും ഇറങ്ങിയിരിക്കുന്ന എല്ലാ ഹിറ്റുകളാണ്. ഇപ്പൊ അടുത്തിറങ്ങിയ മസ്തിഷ്കം കണ്ടുവാണെങ്കിലും ഭയങ്കര ഇമ്പാക്ട് തോന്നിട്ടുണ്ട്. എല്ലാവരും ഭയങ്കര വെറൈറ്റിയാണ് ചെയ്തിരിക്കുന്നത്. ഇതില് ചെയ്യും ഈ സിനിമ തിരഞ്ഞെടുക്കാനും കുറച്ച് നാൾക്ക് മുമ്പ് ഇറങ്ങിയ സിനിമയാണ്. എന്താണ് ഇതിന്റെ പ്രത്യേകത? സിനിമ പ്രേക്ഷകരെ തിയേറ്ററിലൊന്ന് കാണാനും എന്താണ് സിനിമ പ്രത്യേകത? അപ്പോ ഡയറക്ടർ പറഞ്ഞ പോലെ ഇന്നിപ്പോ സോഷ്യൽ മീഡിയ ഒരു കാലഘട്ടമാണല്ലോ. അപ്പോൾ എല്ലാവരും ഫേസ് ചെയ്യുന്ന ചില പ്രോബ്ലംസ് ഉണ്ട്. അപ്പോൾ അതിനെ അഡ്രസ് ചെയ്യുന്ന തരത്തിലൊരു സിനിമയാണ്. പിന്നെ ഞാനിതിലേക്ക് എത്തിപ്പെട്ടത് ഞങ്ങളെ ആക്ട് ലാബ് എന്ന് പറഞ്ഞ ലാബിലെ കുറേ സുഹൃത്തുക്കൾ ഉണ്ട് ഇതിൽ. അപ്പോൾ ധന്യ ഒരു ആക്ട് ലാബിനാണ് ഞങ്ങൾ ഒരുമിച്ച് നാടകങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു പരിചയത്തിൻ്റെ പുറത്ത് ഞാൻ ഇതിലേക്ക് വന്നതിന് ശേഷമാണ് സന്ധ്യയൊക്കെ പരിചയപ്പെടുന്നത്. പിന്നീട് നല്ല സൗഹൃദത്തിലാകുകയൊക്കെ. അപ്പോൾ ഈ പടം ഒരു കൊച്ചു സിനിമയാണ്, എന്നാൽ സമൂഹത്തിനോട് പറയേണ്ട കുറെ കാര്യങ്ങളുണ്ട്. അത് വളരെ വ്യക്തമായിട്ട് അദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങൾ സിനിമയിലൂടെ പറയുന്നു. അത് നമ്മളെല്ലാവരും തന്നെ കാണേണ്ട ഒരു കാര്യമാണ്. കാരണം എല്ലാവരും ഫേസ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു സ്ത്രീകളുടെ മാത്രം പ്രശ്നമായിട്ടല്ല, പുരുഷന്മാരുമൊക്കെ നമ്മുടെ വീട്ടിൽ നമ്മൾ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ കാണുന്ന പ്രശ്നങ്ങൾ തന്നെയാണ്. അത് എന്താണെന്നും അതിൻ്റെ അല്ലെങ്കിൽ ഒരു സ്ത്രീക്ക് ഉണ്ടാകുന്ന പ്രശ്നം അതിനെ അതിജീവിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. മസ്റ്റ് വാച്ചാണ് എന്നുള്ളതാണ്. നായികനോടാണ്, സ്ത്രീകൾ തന്നെയാണ് സ്ത്രീ ശത്രു എന്നാണ് പറയാറ്. അറിയില്ല, എന്നാലും എന്തുകൊണ്ടാണ് വേറെ ആരും പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണോ നായിക തന്നെ ഇത് പ്രൊഡ്യൂസ് ചെയ്യാൻ കാരണം? എന്താണ് സിനിമയെ പറ്റി പറയാനുള്ളത്? അങ്ങനെയല്ല, അങ്ങനെ എന്തായാലും ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നില്ല സിനിമ ചെയ്യാൻ തുടങ്ങുമ്പോൾ. ഞങ്ങള് വേറൊരു കുറച്ചൊരു വലിയ സ്കെയിലിൽ ഒരു സിനിമയായിട്ട് തുടങ്ങിയതായിരുന്നു. അത് അതിന്റെ 2 മാസത്തെ പ്രീ പ്രൊഡക്ഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ജയസൂര്യ ആയിരുന്നു അതിനകത്ത് ഉണ്ടായിരുന്നത്. അങ്ങനെ കുറച്ച് ഫാസ്റ്റ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സിനിമയുടെ
2 മാസത്തെ പ്രീ പ്രൊഡക്ഷൻ നടക്കുകയും പെട്ടെന്ന് അതൊരു പെർട്ടിക്കുലർ ഒക്കേഷനിൽ വെച്ചിട്ട് പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു പ്ലേസ് ആയിരുന്നു അതിന് ഉണ്ടായിരുന്നത്. അപ്പൊ അവിടെ ഷൂട്ട് നടത്താൻ പറ്റാത്തൊരു സാഹചര്യം വരികയും ചെയ്തു. ഞങ്ങൾ എല്ലാവരും ഫുൾ ഓൺ ആയിട്ട് നിൽക്കുന്ന ഒരു സമയം, എല്ലാവർക്കും അഡ്വാൻസ് ഒക്കെ കൊടുത്ത് നിൽക്കുകയാണ്. അപ്പൊ പെട്ടെന്ന് ഇത് നിർത്തേണ്ടി വന്നപ്പം ആ ഒരു എനർജി ലൂസ് ആവാതെ അടുത്ത ഒരു എണ്ണത്തിലേക്ക് അത് കൊണ്ടുപോകാന്നുള്ള രീതിയിൽ പെട്ടെന്ന് തീരുമാനിച്ച് വന്ന ഒരു സിനിമയാണ് ഇത്. ആ സിനിമയിൽ ഞാനല്ലായിരുന്നു മെയിൻ ക്യാരക്ടർ ചെയ്യാനിരുന്നിരുന്നത്. ഇത് വന്നപ്പം ഒബ്വിയസ്ലി ഞാൻ ഒരു ആർട്ടിസ്റ്റാണ്, കുറച്ച് സിനിമകൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എനിക്ക് നല്ല ക്യാരക്ടേഴ്സ് ചെയ്യണം എന്നുള്ള ആഗ്രഹമുണ്ട്. ഞാൻ ആവശ്യപ്പെട്ടിട്ട് കിട്ടിയതല്ല, റൈറ്റർ ഡയറക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞതാണ് തന്നെ ചെയ്താൽ നന്നായിരിക്കുന്നു. പിന്നെ ഇതിന്റെ കഥ ഡെവലപ്പ് ചെയ്ത് വരുന്ന സമയങ്ങളിൽ നമ്മൾ ഒരുമിച്ച് ഒരുപാട് ഡിസ്കഷൻസ് വരെയും അതില് നമ്മുടേതായ ഇൻപുട്ടുകൾ വരെയും ഉറപ്പായിട്ടും ഒരു സ്ത്രീയെ ആംഗിളിൽ പറയുന്ന കഥയിൽ ഒരു സ്ത്രീയുടെ ഒരു ഇൻവോൾവ്മെന്റ് ഉള്ളത് നല്ലതാണെന്ന് പുള്ളിയുടെ ഒരു ഇതിന്റെ ഭാഗമായിട്ട് ഞാൻ കൂടെ അതില് കുറച്ച് സമയം ഉണ്ടായിരുന്നു. അപ്പം ആ ഒരു ഇതിൽ പുള്ളി തീരുമാനിക്കുന്നതാണ് ധന്യ ഈ ക്യാരക്ടർ ചെയ്താൽ നന്നായിരിക്കുന്നു. ഉറപ്പായിട്ടും എനിക്ക് ചാലഞ്ച് ആയിട്ടുള്ള ഒരു കാര്യമാണെങ്കിലും അത് എടുക്കുമ്പോഴാണല്ലോ ഞാൻ ആർട്ടിസ്റ്റ് എന്ന നിലയിൽ വലുതാവുന്നത്. അത് മാത്രമാണ് ഇതിലേക്ക് വരാനുണ്ടായത്. ഓൾറെഡി നമ്മള് ഒരു പ്രൊഡക്ഷൻ ഹൗസ് തുടങ്ങുകയും ആദ്യമായിട്ട് ഒരു സിനിമ ചെയ്യാൻ പ്ലാൻ ചെയ്ത് അതിന്റെ പകുതിയിൽ എത്തി നിൽക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷമാണ് ഇതിലേക്ക് മാറിയത്. ഇതായിരുന്നു സംഭവിക്കാനിരുന്നത്, സംഭവിച്ചു. അത്രയേ ഉള്ളൂ.